ബിൽ കുടിശ്ശികയെ തുടർന്ന് കെഎസ്ഇബി വൈദ്യുതി വിച്ഛേദിച്ചതോടെ ഒരു മാസമായി ഇരുട്ടിലായ തൃത്താല വെള്ളിയാങ്കല്ല് പാലത്തിൽ അധികാരികളുടെ കണ്ണു തുറപ്പിക്കാൻ പ്രതിഷേധം ശക്തമാകുന്നു. പാലത്തിൽ ചൂട്ട് തെളിയിച്ച് കോൺഗ്രസ് പ്രവർത്തകരും ഫ്ളാഷ് ഓൺ സമരം നടത്തി മുസ്ലിം യൂത്ത് ലീഗും പ്രതിഷേധവുമായി രംഗത്തെത്തി. രണ്ടു മാസത്തെ വൈദ്യുതി കുടിശ്ശിക അടയ്ക്കാത്തതാണ് കെഎസ്ഇബി വൈദ്യുതി വിച്ഛേദിക്കാൻ കാരണം. ഇതോടെ വെള്ളിയാങ്കല്ല് പാലം പൂർണ്ണമായും ഇരുട്ടിലാണ്. തൃത്താലയിലെ ഏറ്റവും വലിയ ടൂറിസം കേന്ദ്രമായ വെള്ളിയാങ്കല്ല് റെഗുലേറ്റർ കം ബ്രിഡ്ജിലെ ലൈറ്റുകൾ കത്താതെയായിട്ട് ഒരു മാസമാണ് പിന്നിടുന്നത്. ഇതിനെതിരെ വലിയ പ്രതിഷേധവും ഉയർന്നു. 295 മീറ്റർ നീളമുള്ള പാലത്തിന് മുകളിൽ 24 വൈദ്യുത വിളക്കുകളുണ്ട്. വൈദ്യുതി വിച്ഛേദിച്ചതോടെ പാലം പൂർണ്ണമായി ഇരുട്ടിലായിരിക്കുകയാണെന്നും കാൽനട യാത്രക്കാർക്ക് അപകട ഭീഷണി ഏറെയാണെന്നും ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം എൻസിവി ചാനലും വാർത്ത പുറത്തുവിട്ടിരുന്നു. ഞായറാഴ്ച രാത്രിയാണ് കോൺഗ്രസും മുസ്ലിം യൂത്ത് ലീഗും പ്രതിഷേധ സമരവുമായി രംഗത്തെത്തിയത്. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലാണ് ഇന്ന് ഈ സ്ട്രീറ്റ് ലൈറ്റുകൾ കത്താതിരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഒരു മാസക്കാലമായിട്ടും മന്ത്രി എവിടെ ഈ മണ്ഡലത്തിൽ ഇല്ലേ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, വലിയ വികസനം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ തള്ളൽ മാത്രം നടത്തുന്ന ഒരു മന്ത്രിയായി മാറിയിരിക്കുകയാണ്. ഇവിടെ നമുക്കറിയാം, അദ്ദേഹം വെറും നിർമ്മാണ ഉദ്ഘാടനങ്ങൾ നടത്തുകയാണ്. അതേസമയം നിർമ്മാണ ഉദ്ഘാടനങ്ങൾ നടത്തിയ പദ്ധതികൾ നടപ്പിലാകുന്നുണ്ടോ എന്ന് അദ്ദേഹം നോക്കുന്നില്ല. പല പ്രധാനപ്പെട്ട റോഡുകളും ഇന്ന് വാഹനങ്ങൾ ഗതാഗത യോഗ്യമല്ലാത്ത അവസ്ഥയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തൃത്താല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധം ഡിസിസി വൈസ് പ്രസിഡന്റ് ടി.എച്ച്. ഫിറോസ് ബാബുവും മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ച ഫ്ളാഷ് ഓൺ സമരം ജില്ലാ യൂത്ത് ലീഗ് പ്രസിഡന്റ് മുസ്തഫ തങ്ങളും ഉദ്ഘാടനം ചെയ്തു. അധികാരികൾ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് പ്രവർത്തകരുടെ തീരുമാനം. ഞങ്ങൾ റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള നടപടികളുമായി മുന്നോട്ട് പോകും. അതുപോലെ കൃഷ്ണൻകുട്ടി ജനങ്ങളെ വഞ്ചിക്കുന്നു, വൈദ്യുതി നിരക്ക് കൂട്ടുന്നു. എന്നാൽ പൊതു ഇടങ്ങളിലെ വൈദ്യുതി പോലും കട്ട് ചെയ്യാൻ പാടില്ല എന്ന് ഹൈക്കോടതി വിധി നിൽക്കുമ്പോൾ പോലും ഒരു എംഎൽഎ, ഒരു മന്ത്രി അദ്ദേഹം അതിനുവേണ്ടി ഒരു ഇടപെടലും നടത്തുന്നില്ല എന്ന് പറയുമ്പോൾ അത് ലാഘവത്തോടെയാണ് അദ്ദേഹം കാണുന്നത്. ഈ തൃത്താല. എൻസിവി ന്യൂസ് തൃത്താല.